നമസ്കാരം, സുഭാഷ് സാറാണ്. നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ഇപ്പോൾ എക്സാം അങ്ങോട്ട് പബ്ലിക് എക്സാം 2026 കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വർഷം പോലെ എക്സാം ഇങ്ങനെ തീരുന്നു. പക്ഷെ കുട്ടികൾക്കെല്ലാം ഇതൊരു പുതുമയായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ എക്സാമിനെ കുറിച്ച് ഓവറോൾ പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. ഒരു മിക്സിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഈസി ആണെന്ന് പറയാനും പറ്റില്ല, എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ടഫ് ആണെന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യമൊക്കെ എഴുതാനൊക്കെ ഉള്ളതുണ്ട്. എന്നാലും പുതിയ ക്വസ്റ്റ്യൻസുകൾ ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ട, ഇനിയുള്ളതൊക്കെ പുതിയ ക്വസ്റ്റ്യൻസുകൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കാണാത്തതും പഠിച്ചിട്ടുള്ളതിനെ ബേസ് ചെയ്തുള്ള പുതിയ ക്വസ്റ്റ്യൻസുകൾ വരാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. A-B തന്നിട്ടുണ്ട്, B-A ഉണ്ട്, A*B ഉണ്ട്. അങ്ങനെയാണെങ്കിൽ B എന്നുള്ള സെറ്റ് ചെയ്ത് നമുക്ക് അത് അവിടുന്ന് ഇച്ചിരി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 2 മാർക്കാണ്, അത് ഫുൾ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അത് വെരിഫൈ ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ cos 20, cos 100, cos 140 അത് നമ്മൾ cos C പ്ലസ് cos D അല്ലെങ്കിൽ cos X പ്ലസ് cos Yയുടെ റിസൾട്ട് അപ്ലൈ ചെയ്യണം. അതൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണെന്നുള്ളത് കൊണ്ട് പഠിക്കേണ്ടത് നമുക്ക് എപ്പോഴും എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ടൈപ്പാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ ചിലർ പറയും ടഫാണെന്നൊക്കെ ഉണ്ട്. കാരണം തന്നെ വായിച്ച് ശീലമില്ലല്ലോ എല്ലാവർക്കും. കുറേ കുട്ടികൾക്കുണ്ടെങ്കിൽ തന്നെ വായിച്ച് ചെയ്യുന്ന ശീലം ഇല്ലാത്തതിൻ്റെ പേരിൽ. പക്ഷെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഈസി ആവും. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസുകളാണ്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. അവിടെ നമുക്ക് റൈറ്റ് സൈഡിനെ 1നെ 1/1 എന്ന് എഴുതി മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും. പിന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിയർ വാല്യൂ, അവിടെ നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിയറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ, അത് കുഴപ്പമില്ല, ഓക്കെ. പിന്നെ NC5 + NC6 = 51 C6, അവിടെ നമുക്ക് ലെഫ്റ്റിലെ എന്നിൻ്റെ വാല്യൂ, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കുന്ന വീഡിയോ വരും കേട്ടോ. അപ്പം ഞാൻ ഒരു ഓവറോൾ ക്വസ്റ്റിനെ കുറിച്ച് മാത്രമേ ആൻസർ ഫുൾ പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ, അപ്പോൾ മറ്റേ 1 മാർക്കേ ഉള്ളൂ. മറ്റേത് അതിൻ്റെ B പാർട്ട്, നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ B പാർട്ട് നമുക്ക് എപ്പോഴും ചെയ്യാറുള്ളതാണ് കേട്ടോ. വിമൻ ഇൻ മെജോറിറ്റിയിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർ എന്ത് വരണം, മെജോറിറ്റി 2ൽ കൂടുതൽ ആൾക്കാർ വേണം. നമുക്ക് നോക്കി ഗ്രൂപ്പ് ഓഫ് 4 men and 5 women, ഫൈൻഡ് ദ നമ്പർ ഓഫ് ways in which can be formed 4 പേഴ്സണെ, നമുക്ക് 4 പേരെ എടുക്കുന്നത്. അതായത് മെജോറിറ്റി വരണം എന്ന് പറഞ്ഞാൽ 3-4 ആൾക്കാർ വിമൻ വരണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 5-ാമത്തേത് ആക്ച്വലി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എ പോയിന്റ് ഓൺ y ആക്സിസ് എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. y ആക്സിസിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ 0, എന്ന് എടുത്തുകൊണ്ട് ആ പോയിന്റ്, ഈ 2 പോയിന്റിലുള്ള ഡിസ്റ്റൻസുകൾ ഈക്വലാക്കിക്കൊണ്ട് A കണ്ടുപിടിക്കേണ്ട. അത് പക്ഷേ മിക്കവാറും കുട്ടികൾ ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷേ നമ്മൾ 10ലും എല്ലാവരും CBSE-കാരാണേലും കേരളക്കാരാണേലും പഠിച്ചിട്ടുണ്ട്. പിന്നെ 6-ാമത്തെ ക്വസ്റ്റ്യൻ, അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് റൈറ്റ് കോർഡിനേറ്റ് ഓഫ് ഫോക്കസ് പരാബോള. ആ പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അത് കണ്ടുപിടിക്കാം, വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലാതെ നമുക്ക് ചെയ്യാം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ സെന്റർ ആൻഡ് മേക്കിംഗ് ഇന്റർസെപ്റ്റ് 4 ഓൺ y ആക്സിസ്. y ആക്സിസിലെ ഇന്റർസെപ്റ്റ്. അപ്പം അതൊക്കെ ഒന്ന് ആലോചിക്കാനുണ്ട്. ഫിഗർ നമുക്ക് ഇതൊന്നും നേരിട്ട് സെന്ററും റേഡിയസും തരാണെങ്കിൽ എളുപ്പമാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ തരും എന്ന് ആരും വിചാരിക്കില്ല. എല്ലാ ക്വസ്റ്റിനും അങ്ങനെയല്ല കേട്ടോ. പിന്നെ 7-ാമത്തെ ക്വസ്റ്റിന് ആൻസർ 0 ആണ്. നോക്കിക്കേ, x - 22/7. അവിടെ എക്സിന് പൈ കൊടുക്കുമ്പോൾ π - 22/7, പൈയുടെ വാല്യൂ 22/7 ആണ്. അപ്പോൾ ആൻസർ അവിടെ 0 കിട്ടും. മറ്റേതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അവിടെ എക്സിനെയൊക്കെ നമുക്കൊന്ന് കോമൺ ഒക്കെ എടുത്ത് വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ കണ്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് ഉണ്ട്. C1 - C2 √A² + B². ഇവിടെ ഡിസ്റ്റൻസിനെ തന്നിട്ട് K കണ്ടുപിടിക്കാൻ ആ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഈക്വൽ ടു K ഉണ്ടല്ലോ, ഈസ് K എന്നാ. അപ്പോൾ K കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഡിസ്റ്റൻസിനെ കണ്ടുപിടിക്കാനാണ്, പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞത് തന്നെ. നെക്സ്റ്റ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ 0 and മേക്കിംഗ് ആംഗിൾ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് X ആക്സിസ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് പോയിന്റ്സ് ലോ ഫോം വെച്ചുകൊണ്ടോ അതൊക്കെ വെച്ചാണ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്നേ ഉള്ളൂ. 9-ാമത്തെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. അവിടെ 4 മാർക്സും കിട്ടും. 10-ാമത്തെ ക്വസ്റ്റ്യനും ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ 10-ാമത്തെ ക്വസ്റ്റ്യൻ 2-ാമത്തെ പാർട്ട് ഞാനിപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ അതിൻ്റെ x² 3x ആൻസേഴ്സ് വ്യത്യാസമുള്ളതാണ്. അത് മിസ്ലേനിയസ് കിടക്കുന്നത്. അപ്പം ഒരിടത്ത് 4ഉം ഒരിടത്ത് 6ഉം കിട്ടുന്നത്. 2² 4ഉം 3 × 2 6ഉം. അപ്പോൾ അത് ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് അതെന്തല്ല, ഫംഗ്ഷൻ അല്ല എന്ന് പറഞ്ഞാൽ 2ൽ തന്നെ 2 ആൻസർ കിട്ടും. 2 2 and 2 6 കിട്ടുന്നുണ്ട്.
2 4 2 6 2 കൊടുക്കുമ്പോൾ ആദ്യം കിട്ടുന്ന 4 എക്സ് സ്ക്വയറിന് 3x കൊടുക്കുമ്പോൾ 3 × 2 6 അപ്പോൾ 2 4 ആൻഡ് 2 6 അപ്പോൾ ഒരേ പോയിന്റ് ഒരു നമ്പറിൽ തന്നെ രണ്ട് ഓർഡേഡ് പേർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല ഫംഗ്ഷൻ അല്ല എന്നുള്ളതിന്റെ റീസണാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. 12ാമത്തെ ക്വസ്റ്റ്യന് ചിലപ്പോൾ ഇച്ചിരി പ്രശ്നമായി കാണാൻ സാധ്യതയുണ്ട്. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും പറയാറുള്ള ഇക്വേഷൻ ആണ് y - y1 = m × x - x1 അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 14ാമത്തെ ക്വസ്റ്റ്യനും സന്തോഷമായിട്ടുണ്ട്. 15ാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് കാണും. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ടതാണ്. 16ാമത്തെ ക്വസ്റ്റ്യന് അത് ഇച്ചിരി കുഴപ്പം പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. PAയും BBയും ഒക്കെ ഉണ്ട്. അപ്പം എവിടെ കണ്ടോ P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ P of B - A ആണിത് കേട്ടോ. അതൊക്കെയാണ് ഇച്ചിരി ഒരു പ്രോബ്ലം. അതൊക്കെ ഇച്ചിരി പ്രശ്നക്കാരനായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് പിന്നെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ sin A + cos A = 1 അവിടെ നമ്മൾ സ്ക്വയർ നടത്തിയാൽ അപ്പുറം ഇപ്പുറം എന്ത് ചെയ്താൽ മതി sin A + cos A the whole square = 1² എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് sin B യുടെ വാല്യൂ കിട്ടും. അത് കുഴപ്പമില്ല. ആൻസർ നമുക്ക് കിട്ടുന്നത് 0 ആണ് കേട്ടോ. ആൻസർ 0 ആണ്. നെക്സ്റ്റ് ആർക്ക് അതുണ്ട് നമ്മുടെ L = r θ റിലേഷൻ ആണ്. അടുത്ത ദിവസം ഉണ്ടോ sin 24 cos 6 അടുത്ത എത്രയാണ് sin 6 sin 66. അവിടെ നമുക്ക് 1-2 മെത്തേഡ് കൂടെ നമുക്ക് അതിൻ്റെ ആൻസർ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് 3 മാർക്കാണ്, അത്ര ഈസി അല്ല. sin A cos B എന്ന് പറയുന്ന റിസൾട്ടിനെ വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് 3rd ആൻഡ് 6th ടേംസ് ഓഫ് എ ജോമെട്രിക് പ്രൊഗ്രഷൻ അത് കുഴപ്പമില്ലാത്തത്. നമുക്ക് ഇച്ചിരി ഫ്ലാഷ് ആണെങ്കിലും 2 ടേംസിനെ തന്നേക്കുന്ന ക്വസ്റ്റൻ ആണ്, നമുക്കത് ചെയ്യാം. പിന്നെ ഹൗ മെനി ടേംസ് ഓഫ് ദ GP ഈസ് ആഡഡ് ടു നമുക്ക് സമ്മിനെ തന്നിട്ടുണ്ട്. പിന്നെ 18ാമത്തെ ക്വസ്റ്റനിൽ ഫസ്റ്റ് വൺ sin സ്ക്വയർ എക്സ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് sin x × sin x എന്ന് പറയുന്ന പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്ത കോഷ്യന്റ് റൂൾ അത് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എക്സ് അത് 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വെറും സിമ്പിൾ ആയിട്ടുള്ള എക്സിനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ചോദിച്ചേക്കുന്നത്. അത് 1 ആണ് എൻ്റെ ആൻസർ. 20ാമത്തെ ക്വസ്റ്റൻ ഓക്കെ ആയിട്ടോ. എനിക്കൊന്ന് 6 മാർക്ക് ക്വസ്റ്റനൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റൻ ട്രിഗണോമെട്രി വിട്ടാലും നമുക്കൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനുണ്ട്. പിന്നെ എന്തെങ്കിലും പോയെങ്കിൽ അത് നമുക്ക് ചില ക്വസ്റ്റൻസുകൾ ഇച്ചിരി നമുക്ക് ഈ ചോയ്സ് എല്ലാം കൂടെ കിട്ടാൻ എല്ലാ ക്വസ്റ്റനും അറിയാം എന്നുള്ള രീതിയിൽ കൂടെ അല്ല വന്നേക്കുന്നത്. അത്രേ ഉള്ളൂ. വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇതിൻ്റെ ഇല്ല. ഒരുവിധം പഠിക്കുന്നവർക്കൊക്കെ നമുക്ക് A+ ഒക്കെ കിട്ടാം. ചിലപ്പോൾ ഫുൾ മാർക്കിലോട്ട് പോകുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അങ്ങ് ഈസി എന്ന് എല്ലാവരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻ്റെ എല്ലാം ഞാൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. +2 ഉള്ള ക്ലാസ്സുകളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് +2 നമുക്ക് ഫുൾ മാർക്ക് ഇതേപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം ഉള്ളതായിരിക്കും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.